Hey guys, welcome back to Motorholic 390. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഇവിടെ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ബാക്കിലത്തെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വേറെ സീൻ്റെ കളക്ഷനാണ്. 112 കാഴ്സോ സംതിങ് ഓർ ലൈക്ക് ദാറ്റ് ഇവിടെ ഉണ്ട്. അതും വിൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ ഞാനൊന്ന് നമ്മൾ പിക്ചേഴ്സിൽ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ കാഴ്ച. ഒക്കെ നേരിട്ട് കാണാൻ പറ്റിയൊരു ഭാഗ്യമല്ലേ. നിങ്ങൾക്കും ഭാഗ്യമുണ്ട് എൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാറുകളുടെ കളക്ഷൻസും ബൈക്കിൻ്റെ കളക്ഷൻസും എല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. CID മൂസ ഫ്ലൈമൗത്ത് സാധനം നോക്കിയേ. ഫ്ലൈമൗത്ത് CID മൂസ. ഇതല്ല കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. 112 കാഴ്ച ഉണ്ട് ഇവിടെ. ബൈക്സും ഉണ്ട്. നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം ഗൈസ്. കമോൺ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാറാണ് ലെഗോണ്ട V12. ഏത് സാധനം നോക്കിയേ, നമ്പർ നോക്കിയേ. അതിൻ്റെ 4123. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഗോണ്ട V12 ആണ്. പിന്നെ അതുപോലെ ഈ വണ്ടി ഇയർ എന്ന് പറയുന്നത് 1940 ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. മാത്രമല്ല വണ്ടി കൂപ്പയാണ് കേട്ടോ. കൂപ്പ ഡിസൈനാണ് വണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവം മറ്റേ കൺവേർട്ടബിൾ ആണ്. കൂപ്പയല്ല, കൂപ്പയെന്നും പറയാം. കൺവേർട്ടബിൾ ആണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. ഓക്കെ, ഇനി അപ്പുറത്ത് നോക്കിയാൽ എന്ത് സാധനം കിടക്കണത് ലിങ്ക്ലിൻ മാർക്ക് 4 കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഒരു ബോഡി ഷേപ്പ് നോക്കി നിങ്ങൾ. ഏത് സാധനമല്ലേ, വേറെ തന്നെ ഫീല്. ഇതിലൊക്കെ അന്ധകാലത്ത് ഇരുന്ന് പോകുമ്പോൾ ഏത് മൂടായിരിക്കുമല്ലേ. അത് നോക്കി നിങ്ങൾ ഫ്രണ്ടൊക്കെ ഒരു റോൾസ് റോയ്സ് ഫീലും. ബാക്കിലൊക്കെ ഒരു ബോട്ടയിൽ പോലെയാണ് കേട്ടോ. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് അടുത്ത കാറിലോട്ടൊന്ന് പോകാം ഗൈസ്. കമോൺ. ഇപ്പം നമ്മുടെ അടുത്ത കാർ എന്ന് പറയുന്നത് ബെന്റ്ലി ആണ് കേട്ടോ. ബെന്റ്ലി 1948 മോഡലാണ് വണ്ടിയാണ്. ഈ സാധനം നോക്കിയേ, എല്ലാ വണ്ടികളുടെയും ഗ്രില്ല് നോക്കി നിങ്ങൾ. ഇപ്പോഴത്തെ റോൾസ് റോയ്സിൻ്റെ ഗ്രില്ല് പോലെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ കാറുകളുടെയും ഗ്രില്ല്. ആ ചെരിഞ്ഞിറങ്ങിയിട്ടുള്ള സംഭവമൊക്കെ നോക്കി. നമ്മുടെ ബൈജു നായർ ബൈജു ഏട്ടൻ പറയണ പോലെ ചെരിഞ്ഞിറങ്ങിയ റൂഫും തൊട്ട് തഴുകി പോകുന്ന ഇതിലുള്ള വീലറച്ച് ആ ഒരു മൂഡ്. വണ്ടി വേറെ സീനായിട്ടില്ലേ. കളർ കോമ്പോയും കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഇരുന്ന് അന്ധകാലത്ത് പോകുമ്പോൾ ഏതായിരിക്കും മൂഡ് അല്ലേ. നമ്പർ നോക്കിയേ 6517. നമ്മുടെ അടുത്ത വണ്ടി പെക്കാർഡ് 1929 ഇയറിലുള്ള വണ്ടിയാണ് കേട്ടോ. നോക്കി നിങ്ങൾ, കൺവേർട്ടബിൾ ആണ് ഈ വണ്ടി. ഇതിൻ്റെയൊക്കെ ഒരു ലെങ്ത്ത് നോക്കിട്ടോ നിങ്ങൾ. നമ്മളെ കൊണ്ട് അത് ഇപ്പം ഈ ക്യാമറയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അത് വണ്ടിയുടെ ലെങ്ത്ത് എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പിനോട്ട് ഇരിക്കണ നോക്കിയേ, ഏതാ മൂടല്ലേ. ഇതിലിരുന്നിട്ടൊക്കെ എങ്ങനെയാണോ ഫ്രണ്ട് കാണണേ. നിങ്ങൾ നോക്കിയേ, ബാക്കിലാണ്, അവിടെയാണ് ഇരിക്കണേ. ഒരുമാതിരി എന്താ പറയാ, ബോട്ടിൻ്റെ അന്തിയുണ്ട് ഫ്രണ്ട്. ഈ ബോണറ്റ് അമ്മാരി ലെങ്ത് ഉണ്ട്. ബോണറ്റ് ഡ്രൈവർ കേസ് ക്യാബിൻ തമ്മിൽ. ഫ്രണ്ടിൽ എന്താ നടക്കണെന്ന് പോലും അറിയാൻ പറ്റില്ല. അന്ധകാലം വൈബ്സ്. നമുക്ക് അടുത്ത കാറിലോട്ട് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ. ഫോർഡ് മോഡൽ ഫോർഡ് A 1931 ഫ്രം USA. ഏതാ മൂടല്ലേ. കളർ കോമ്പോ നോക്കി നിങ്ങൾ. അതിൻ്റെ ഇത് പിന്നെ കുറച്ച് ഷോർട്ട് ചേസ് വണ്ടിയാണ് കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമ്മളിപ്പോൾ ലോങ് വീൽ ബേസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഇത് നോക്കിയാൽ കുറച്ച് ഷോർട്ടാണ് വണ്ടി.
ആണോ ഫോർഡിൻ്റെ ഒരു സാധനം അന്ധകാലം. ഫോർഡ് പിന്നെ ഒരു എന്തൂസിയാസ്റ്റ് കമ്പനി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം ഇറക്കുള്ളൂല്ലോ. ഇതിൻ്റെ കളർ കോമ്പോയും കൊള്ളാം കേട്ടോ. നോക്കി നിങ്ങൾ ഇതിൻ്റെ ഹോണൊക്കെ ഇരിക്കണ നോക്കി, ഹോണ് ഏതാ കളിയില്ലേ. പിന്നെ ഇത് അടുത്ത വണ്ടിയിലോട്ട് നമുക്ക് പോകാം. ഷെവർലയുടെ വണ്ടിയാണ് അടുത്തത്. ടൂറർ ഇതുപോലെ 1935 വണ്ടിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ലോങ് വീൽ ബേസ് മോഡലൊരു മോഡലാണ്. അത്യാവശ്യം ബാക്കിലേക്ക് ലെങ്ത് ഒക്കെ ഉണ്ട്. ഇതിന് ഗ്രില്ലൊക്കെ നോക്കിയേ. എത്ര ലൈറ്റാണ് നോക്കിയ വണ്ടിയുമേ. സമൃദ്ധി സ്റ്റെപ്പിനിക്കൊക്കെ കവറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലെതർ കവറൊക്കെ ഇട്ട് സ്റ്റെപ്പിനൊക്കെ കവർ ചെയ്ത് ആ ഒരു കളർ കോമ്പോ മാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ വണ്ടികളെല്ലാം. അടുത്ത വണ്ടി കിഡിലനൊരു സാധനമാണ്. കിഡിലനൊരു സാധനം, കളറും കൊള്ളാം വണ്ടിയും കൊള്ളാം. നോക്കിയേ ഈ വണ്ടിയുടെ കമ്പനിയുടെ പേരാണ് ക്രൈസ്ലർ. ഇതും 1948 മോഡലാണ്. ഫ്രം USA ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ശരിക്കും ഗോവ വണ്ടിയാണ് കേട്ടോ. ഗോവയല്ല, ഇത് നമ്മുടെ വിൻറ്റേജ് ഗുജറാത്ത് നമ്പർ പ്ലേറ്റാണ് കേട്ടോ. GAO കളിയില്ലേ. അതിൻ്റെ കളറും കൊള്ളാല്ലേ, അടിപൊളിയായിട്ടില്ലേ. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ. നോക്കി നല്ല ലെങ്ത് ഉണ്ട് ബാക്കിലോട്ട്. പണ്ടത്തെ വണ്ടികളല്ലെങ്കിലും ഭയങ്കര ലെങ്ത്താണ് കേട്ടോ. ഇത് വേറെ മൂടായിട്ടുണ്ടല്ലേ. 188 നമ്പറൊക്കെ നോക്കിയേ. ഈ വണ്ടി കൊള്ളാം. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം ഗൈസ്. ഒരു വണ്ടി ഇതിൻ്റെ ഇവിടെ കിടക്കണ്ടായി കേട്ടോ. അത് പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. 1000 bucks കൊടുത്തു കഴിഞ്ഞാൽ ഈ കിടക്കണ എല്ലാ കാറുകളും വർക്കിംഗ് ആണ്. എല്ലാ കാറുകളും ഈച്ച് ആൻഡ് എവറി കാർസ് ആർ വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, എല്ലാ വണ്ടിയും സ്റ്റാർട്ടാവും. എല്ലാം റണ്ണിങ് കണ്ടീഷനാണ് എല്ലാ വണ്ടികളും. അപ്പോൾ ഇവർ നമുക്ക് 1000 bucks കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയിൽ ഇവർ 3 കിലോമീറ്റർ ഇൻസൈഡ് കോമ്പൗണ്ട് നമ്മളൊന്ന് കറക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന കാറ് കറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് വന്നുകൊണ്ടിരിക്കണ കാറ്. ഓക്കെ, നമ്മൾ ഫില്ലായിട്ടുള്ള ഫ്ലൈറ്റ് മൗത്തോടെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കിഡു സാധനമാണ് ഗൈസ്. കിഡു സാധനം കാഡിലിയാക്ക് കൺവേർട്ടബിൾ. കിടക്കണ ഗ്രീൻ കാഡിലിയാക്കാണ് ഗൈസ്. ഓക്കെ, നമ്മൾ കണ്ടത് കാഡിലിയാക്കാണ്. ഞാൻ പറഞ്ഞ പോലെ 1949 USA ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണിത്. ഫ്ലീറ്റ് വുഡ് എന്നാണ് ഈ വണ്ടിയുടെ ഒരു ഡിസൈനിനെ അവർ കമ്പനി വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. ലോട്ട് വണ്ടികളുണ്ട് ഗൈസ്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ ചാടി അടുത്തടുത്ത വണ്ടികളോട് കാണാനുള്ള ഒരു ത്വര. അടുത്ത 2 കിങ്സ് ആണ് കേട്ടോ. കിങ്സ് ഓഫ് കാഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലത്തെ 2 സാധനങ്ങളാണ്. റോൾസ് റോയ്സ്
അത് അന്നത്തെ കാലത്തെ റോൾസ് റോയ്സ് 1949 മോഡൽ, ഇംഗ്ലണ്ട് ഇമ്പോർട്ടഡ്, പാർക്ക് വാഡ്സ്, അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഒരു മോഡൽ പേര്, മോഡലിൻ്റെ നെയിം. ഏതാ സാധനം നോക്കിയേ, ഹെഡ്ലൈറ്റ് നോക്കിയേ. ഈ കാലത്തെ റോൾസ് റോയ്സ് തന്നെ വേറെ തന്നെ സീനാണ്. അന്നത്തെ കാലത്തെ റോൾസ് റോയ്സ് നോക്കി, നമ്പറൊക്കെ നോക്കി നിങ്ങൾ, വേറെ തന്നെ സാധനങ്ങളെ. ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്നതും റോൾസ് റോയ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതും 1933 മോഡലാണ് കേട്ടോ. 1933 റോൾസ് റോയ്സ് ഫ്രം USA ഇമ്പോർട്ടഡ്. ഓക്കെ, റോൾസ് റോയ്സിൻ്റെ ടയറൊക്കെ ഇരിക്കണ നോക്കിയാൽ നിങ്ങൾ, സ്റ്റെപ്പിന് ഇരിക്കണ നോക്കിയേ, വേറെ തന്നെ മൂടല്ലേ. ഇനി നമുക്ക് ഉള്ളിൽ കുറേ കാറുകളുണ്ട്, ലോട്ട് കാർ കളക്ഷൻ ഉണ്ട്. നമുക്ക് ഇനി അതിലോട്ട് പോവാം. ഇതേ മയിലൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ ഒരു ഷെഡ് സെറ്റപ്പ് ഉണ്ടാക്കി ഇട്ടായിരിക്കണം. അതിൻ്റെ ഉള്ളിൽ നിറച്ച് കാറുകളാട്ടോ. ഈ അറ്റം നിന്ന് ഇട്ടിട്ട് അങ്ങ് അറ്റം വരെ നോക്കിയേ. C8-ൻ്റെ ഒരു മോഡലാണ് ഈ കിടക്കണേ. C8 ടൂറർ. ഏതാ സാധനം നോക്കിയേ, അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ വണ്ടി. C8 ടൂറർ ഫ്രം ഇറ്റലി, 99 മോഡലാണ് കേട്ടോ. ഓക്കെ, ഇതിനപ്പുറത്തൊക്കെ ഒരുപാട് മോഡൽസ് എടുക്കണ്ട കേട്ടോ, ഒരുപാട്. നമുക്ക് അങ്ങോട്ടൊക്കെ വരാം. ഈ വണ്ടിക്ക് നോക്കിയേ, ലെസൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് കേട്ടോ. 1933 ലെസൽ ഫ്ലീറ്റ് വുഡ്. ഏതാ മൂഡ് നോക്കിയ സാധനം, സീനല്ലേ. ഇതിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയേ, വീൽ കവറൊക്കെ ചെയ്തിട്ട് വേറെ തന്നെ മൂഡ്. ടൈലൊക്കെ നോക്കി ചെരിഞ്ഞിറങ്ങണ പോലെ. ചേട്ടാ, ഇതിന് ഇൻറ്റീരിയറൊക്കെ, സ്റ്റീരിംഗ് ഒക്കെ ബെഡാ സ്റ്റീരിംഗ് ആട്ടോ. പഴയ ലൈലാൻഡ് ലോറി സ്റ്റീരിംഗ് പോലെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഭ്രാന്തൻ സാറ്റിസ്ഫൈഡ് ആയി പോകും ഗൈസ്. ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ, ഒരുപാട്. അഗൈൻ നമ്മൾ കാണാൻ പോകുന്നത് ഒരു രാജാവിനെ തന്നെയാണ് ഗൈസ്, റോൾസ് റോയ്സ്. തരാരാ നമ്മൾ കാണുന്നത് റോൾസ് റോയ്സിൻ്റെ തന്നെ കൂപ്പർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. 1947 മോഡലാണ്, ഫ്രം ഇംഗ്ലണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്. ഇത് നോക്കിയേ നിങ്ങൾ, ഇതിൻ്റെ ഒരു പാർക്ക് ലൈറ്റ് നോക്കിയേ, ഏത് സാധനമല്ലേ. ഹെഡ്ലൈറ്റിലേക്ക് വലിപ്പം നോക്കിയേ നിങ്ങൾ. എൻ്റെ പൊന്നെ, ഈ സാധനമൊക്കെ അന്ധകാലത്ത് അടിച്ച് ഓപ്പോസിറ്റ് പറഞ്ഞവരുടെ അണ്ടകടാഹം കരിഞ്ഞു പോലോടെ. ലോഗോ ഗൈസ് അന്നും ഇന്നും നമ്മുടെ മഹേന്ദ്ര പോലെ പകുതിക്ക് വെച്ചിട്ട് ലോകം കണ്ട പരിപാടി അവർക്ക് അതില്ല. അന്ധകാലത്ത് 90s വരെ, 90s അല്ല 19s വരെ, അതായത് 1947, അതിന് മുന്നേയും ഒരു വണ്ടികളുണ്ടല്ലോ. അന്ധകാലത്ത് വരെ ലോകോടെ കേസിൽ വേറെ മൂടാണ് കേസ്. കെട്ടക്കണോക്കി എന്തൊരു സാധനല്ലേ. ബാക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഏതാ മൂട്. പിന്നെ അടുത്ത വണ്ടി ഇതേ ഡിയാംബ്ലർ 1947 ഡിയാംബ്ലർ ഹൂപ്പർ കൺവേർട്ടബിൾ സെഡാൻ. അതാണ് ഈ വണ്ടിയുടെ ഒരു മോഡൽ നെയിം. ഓക്കെ, ഏതാ മൂടില്ല. ഇത് 1947 മോഡലാണ്, ഫ്രം ഇംഗ്ലണ്ട് ഇമ്പോർട്ടഡ് വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പിന് കവർ ചെയ്ത് വെച്ചേക്കണമെങ്കിൽ നിങ്ങൾ, ഏതാ മൂടില്ലേ. ഒന്നുകൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ലേ. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലത്തെ വണ്ടിയല്ലേ, മാക്സിമം മെയിൻറ്റെയിൻഡ് ആയിട്ടായിരിക്കും ഇവിടെ ഇട്ടിട്ടുണ്ടായിരിക്കുക. സോ മറ്റേ സീറ്റൊക്കെ കാണുമ്പോൾ സോഫ പോലെ കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഉള്ളിൽ. നിങ്ങൾ നോക്കണം, ഇവിടെ നിന്ന് വിട്ടിട്ട് ഇതിങ്ങ വരെ സ്പേസാണ്, ജാതി സ്പേസാണ് ഉള്ളിൽ. ഓക്കെ, അടുത്ത വണ്ടിയും ഇവരെ തന്നെ ഡിയാംബ്ലർ എന്ന് പറഞ്ഞ കമ്പനിയുടെ DE27 ലിമൂസിൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഗൈസ്. ഇതും ഫ്രം ഇമ്പോർട്ടഡ് വണ്ടിയാണ്, ഫ്രം ഇംഗ്ലണ്ടാണ്. 1947 മോഡലാണ് ഗൈസ്.
കളറൊക്കെ നോക്കി നിങ്ങൾ ബ്ലൂ നല്ല രസമായിട്ടുണ്ടല്ലേ, ആ ഒരു ബ്ലൂ ഷെയ്ഡും ആ ഒരു ലൈറ്റ് ബ്ലൂ കൊടുത്തതും. ഇതിൻ്റെ നോക്കി ഫുള്ള് ടിൻ്റൊക്കെ അടിച്ചിട്ട് ബാക്ക് വേറെ ബോർഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടിൻ്റെ അടിച്ചതായിരിക്കില്ല, ഓൾറെഡി സ്റ്റോക്കായിരിക്കും ചിലപ്പോൾ. വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എല്ലാ വണ്ടിക്കും ഈ പറഞ്ഞ പോലത്തെ സീനാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ നോക്കി നിങ്ങൾ, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോൾ സപ്പോസ് എന്തെങ്കിലും ബ്ലാസ്റ്റോ പഞ്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഊരിയെടുക്കാനും തിരിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ. സംഭവം ഡിസൈൻ വൈസ് ഇത് കൊള്ളാം. പിന്നെ അത് മാത്രമല്ല, ഇത് റണ്ണിങ്ങിൽ ടയർ ചൂടാകുമ്പോഴും ഡ്രം ചൂടാകുമ്പോഴൊക്കെ കാറ്റ് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ അന്നത്തെ കാലത്തെ ഡിസൈൻ രീതികൾ. അതിന് വേറെ വഴികൾ അവർ കണ്ടിട്ടുണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത കാറിലോട്ട് പോകാം ഗൈസ്. ഇത് ലെഗോണ്ട LG6 എന്ന് പറഞ്ഞൊരു മോഡലാണ്, 1936 മോഡലാണ് ഈ വണ്ടി. ഇതും ഫ്രം ഇംഗ്ലണ്ട് തന്നെയാണ് കേട്ടോ, ഇംഗ്ലണ്ട് ഇമ്പോർട്ടഡ് വണ്ടിയാണ് ലെഗോണ്ട. എല്ലാത്തിനും ഗ്രില്ല് നോക്കിയല്ലേ, ഏതാ മൂടില്ലേ. ഈ വണ്ടി നോക്കി ഏത് രസമല്ലേ, ലെഗോണ്ട LG6. ഇതിന്റെ വീലൊക്കെ നോക്കി നിങ്ങൾ, ഏതാ മൂട് വീലല്ലേ ലെഗോണ്ട. ഇത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് തോന്നിപ്പിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കണ്ടോ, ഇത് എല്ലാ കാറിൻ്റെയും ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ക്യാബിൻ, നമ്മുടെ എന്താ പറയുക, എൻജിൻ കമ്പാർട്ട്മെൻറ്റ്, ഡിക്കി കമ്പാർട്ട്മെൻറ്റ്. പക്ഷെ ഇപ്പോഴാണുള്ളത് ഒന്നും കൂടെ ക്യാബിൻ സെൻറ്ററിൽ വന്നു, ബാക്കി രണ്ടും കറക്റ്റ് ഒരു വേറെ എന്തോ പറയും കറക്റ്റായിട്ട് ആ ഒരു സെറ്റപ്പിലേക്ക് വന്നേ. പണ്ട് കാലത്ത് മൊത്തം നോക്കി നിങ്ങൾ, ഫുള്ള് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ലെങ്ത്ത് നോക്കി നിങ്ങൾ, ഏതാ സീനല്ലേ. അടുത്ത് കാണാൻ പോണു നമ്മുടെ വണ്ടി ആൽവിസ് 3.5 ലിറ്റർ ചാർലസ് വർത്ത് സ്പോർട്സ് സലൂൺ എന്ന് പറയുന്ന ഒരു മോഡലാട്ടോ. ഇത് ഭയങ്കര ഏതാ സാധനം നോക്കിയേ, ഏതാ മൂട് സാധനം നോക്കിയേ. സ്പോർട്സ് സലൂൺ കുറച്ച് ചെറിയൊരു കാറാട്ടാ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറച്ച് കുറവാട്ടാ. എല്ലാത്തിൻ്റെയും ഇത് വെച്ചിട്ടുള്ള ഇവിടെ തന്നെയാണ്, കവേർഡൊക്കെ ചെയ്ത് ലെതറൊക്കെ വെച്ച് ഏതാ മൂടില്ല അന്തകാലം നോക്കിയേ. ഇനി നമ്മൾ കാണുന്നത് എന്നിട്ടാ ആംസ്ട്രോങ് സിഡ്ലി എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആംസ്ട്രോങ് സിഡ്ലി. ഓക്കെ, 1955 മോഡലാണ് കേട്ടോ. സ്പോർട്സ് സലൂൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഓക്കെ, പറഞ്ഞാൽ ഈ സാധനം ഇത് മൂടാല്ലേ, ചെരിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു ഷേപ്പ് നോക്കി ഇങ്ങനെ ഒത്തു ചേർന്ന് നിൽക്കണ പോലത്തെ ഒരു വൈബില്ലേ കാണുമ്പോൾ. ഇതും അത്യാവശ്യം നല്ലൊരു, ഇപ്പോൾ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ബോട്ടയിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു വൈബിൽ ഇങ്ങനെ അങ്ങനെ ഒഴുകി ചേർന്ന് നിൽക്കണ ഒരു സീനാണ് കേട്ടോ. മോളി എന്ന് പറഞ്ഞ ആ ഒരു ലൈതൊക്കെ നോക്കി ഇങ്ങനെ നോക്കി രസമായിട്ട് നിൽക്കണ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ കാറും. പഴയ എല്ലാ കാറുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ. പിന്നെ ഈ കാറിൻ്റെ ഫ്രണ്ട് ഡോർ എങ്ങനെ തുറന്ന് നോക്കി നിങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങനെ, അവിടുന്ന് ഇങ്ങോട്ട് തുറക്കുന്നത് ഇങ്ങനെ. നമ്മൾ ഡോറ് രണ്ട് സൈഡിൽ നിന്ന് തുറന്ന് വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡോർ തുറക്കണേ. റോൾസ് റോയ്സിന് നേരെ തിരിച്ചാണ്, ബാക്ക് ഡോർ ഇവിടുന്ന് ഇങ്ങോട്ടാണ് തുറക്കണേ. ഇത് ബാക്ക് ഡോർ അവിടെ തന്നെ, ഫ്രണ്ട് ഡോർ ഇവിടുന്ന് ഇങ്ങനെ തുറക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആ കാറിൻ്റെ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു സാധനമാണ് ഗൈസ്. സാധനം എന്ന് പറഞ്ഞാൽ സീൻസാണ്. ഇപ്പോൾ അവരുടെ ഫീൽഡിൽ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ നേരിട്ടുള്ള ഒരു കമ്പനിയാണ് ജാഗ്വാർ. ജാഗ്വാറിൻ്റെ തന്നെ 1950 ഒരു കിഡ് സാധനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പോർട്സ് സലൂൺ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. സാധനം നോക്കിയാൽ മൂട് ജാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് അന്നത്തെ കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ് ആ കേസിൽ, നോ ഡൗട്ട്. ഓക്കെ, ജാക്ക് ജാഗ്വാർ ഏതാ മൂടില്ലേ. എൻ്റെ കളറും കൊള്ളാം. 1950 മോഡലാണ്, 1950 ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടത്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ചേട്ടാ ഇങ്ങനെ ഡോർ തുറക്കണേ, ബാക്ക് ഡോർ നോർമൽ തന്നെ കേട്ടോ. ഇത് ജാക്കാണ്, ജാക്ക്. വീലുമ്പോ വരെ ജാഗ്വാറിൻ്റെ ലോഗോ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത സാധനം എന്ന് പറയുന്നത് ഒരു ഭീകര സാധനമാണ്. റോൾസ് റോയ്സിൻ്റെ 20 HP ഷൂട്ടിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തൊക്കെ സാധനല്ലേ, അതും 1923 മോഡല് ഫ്രം ഇംഗ്ലണ്ട് ഇമ്പോർട്ടഡ് വണ്ടിയാട്ടോ. നിങ്ങൾ നോക്കിയേ,
നമ്മൾ ഇനി അടുത്ത് കാണാൻ പോണതും ഇവൻ്റെ തന്നെ ചേട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു സ്കീമാണ്, റോൾസ് റോയ്സ് ഫാൻറ്റം 3. ഓക്കെ, കണ്ടോ നോക്കി, ഇതിൻ്റെ ഒരു ലോങ് വീൽ ബേസ് സെറ്റപ്പാണ് കേട്ടോ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു മോഡലാണ്. ക്യാബിൻ സ്പേസ് ഒക്കെ നോക്കി നിങ്ങൾ, ഒരുമാതിരി കോളീസിൻ്റെ ക്യാബിൻ സ്പേസ് പോലെ, വലിയ കോളീസ് അല്ല സോറി ട്രെയിനിൻ്റെ ക്യാബിൻ സ്പേസ് പോലെ ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ നോക്കി, ഒരു സ്ക്വയർ കഷ്ണം, അവിടുന്ന് വീണ്ടും സ്ക്വയർ പീസ്, അഗെയിൻ സ്ക്വയർ പീസ്, അഗെയിൻ ഒരു കർവ്ഡ് പീസ്. ഓക്കെ, ഇതിൻ്റെ ഡോറൊക്കെ നമ്മൾ ഏതാ മൂടില്ല, അത് ഫാൻറ്റം 3, ഫാൻറ്റം മോഡൽ 3, ലിമൂസിൻ ബൈ ഹൂപ്പർ, ആർ വൈബ്സ്. ഇതിൻ്റെ ഫ്രണ്ട് കുറച്ചുകൂടി ഒരു ക്ലാസി ഫ്രണ്ടാണ് കേട്ടോ. നോക്കിയേ, ജാതി വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രിൽ ഹൈറ്റ് വരെ ഞാനുണ്ട് കൈസ്. അത്രയും ഹൈറ്റുള്ളൊരു വണ്ടിയാണ് കൈസ് ഇത്. അന്ധകാലത്ത് കേട്ടോ, അന്ധകാലത്തൊക്കെ ഇത് നമ്മുടെ ചെറിയ റോഡുകളിൽ കൂടെ ഇത് ഓടുമ്പോൾ എന്ത് സീനായിരിക്കുമല്ലോ, ഒരുമാതിരി ടോറസ് ആന കുലുങ്ങി വരുന്ന പോലെ സ്കീമായിരിക്കും അല്ലേ. ഇപ്പോഴല്ലേ റോഡിനൊക്കെ ഇത്രയും വലിയ വീതിയും കാര്യങ്ങളൊക്കെ വന്നേ. അന്ധകാലത്ത് നിങ്ങൾ ആലോചിക്കുക, ഏത് സാധനം നോക്കിയില്ലേ.